വെസ്റ്റ് ഇൻഡീസിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ടെസ്റ്റ് മത്സരവും ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയായി ഇതുവരെ മാറിയിട്ടില്ല. ആദ്യ ടെസ്റ്റ് മത്സരം പോലെ തന്നെ രണ്ടാം മത്സരത്തിലും ഇന്ത്യയുടെ സമ്പൂർണ്ണ ആധിപത്യമാണ്. ഇന്നിംഗ്സ് തോൽവി ഒഴിവാക്കാൻ വെസ്റ്റ് ഇൻഡീസ് പൊരുതുമ്പോൾ മത്സരം വിരസമായി മാറുന്നുണ്ട്. ആരാധകർക്കിടയിലും ഈ പരമ്പര അപ്രസക്തമായി മാറിയത് പോലെയാണ്. എന്നാൽ ഏത് വിരസമായ കളിക്കിടയിലും ചില രസകരമായ സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. അത്തരത്തിൽ ഒരു രസകരമായ നിമിഷത്തിനാണ് KL രാഹുൽ കാരണം രണ്ടാം ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിനത്തിൽ ക്രിക്കറ്റ് ആരാധകർ സാക്ഷിയായത്. താരങ്ങളെയും അമ്പയർമാരെയും കമന്റേറ്റർമാരെയും വരെ ആശയക്കുഴപ്പത്തിലാക്കിയ ആ നിമിഷത്തെക്കുറിച്ച് പറയാം. മൂന്നാം ദിനം ലഞ്ചിനായി ഒരു ഓവർ ബാക്കി നിൽക്കെ അപ്രതീക്ഷിതമായി ഇന്ത്യൻ ബാറ്റർ KL രാഹുൽ ബെയിലുകൾ എടുത്തു മാറ്റിയതാണ് ആശയക്കുഴപ്പത്തിന് വഴിവെച്ചത്. രാഹുൽ ബെയിലെടുത്തതോടെ സെഷൻ അവസാനിച്ചുവെന്ന് എല്ലാവരും കരുതുകയായിരുന്നു. ലഞ്ചിനുള്ള സമയമായെന്ന് കരുതി വെസ്റ്റ് ഇൻഡീസ് താരങ്ങൾ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടക്കാൻ തുടങ്ങി. അമ്പയർമാരും അന്തം വിട്ടു നിന്നു. സെഷൻ കഴിഞ്ഞെന്ന് കരുതി കമന്ററി ബോക്സിലിരുന്ന് മുരളി കാർത്തിക് സ്കോർ ബോർഡ് വായിക്കാൻ തുടങ്ങി. എന്നാൽ ഒരു ഓവർ കൂടി പന്തെറിയാനുണ്ടെന്ന് പറഞ്ഞ് അമ്പയർമാർ ഇടപെട്ടതോടെയാണ് വിൻഡീസ് താരങ്ങൾ ബാറ്റ് ചെയ്യാൻ തിരിച്ചെത്തിയത്. ഇന്ത്യൻ നിരയിൽ നിന്ന് രവീന്ദ്ര ജഡേജയാണ് അവശേഷിച്ച ആ ഓവർ പന്തെറിയാനെത്തിയത്. ഓവർ പൂർത്തിയാക്കിയതിനു ശേഷമാണ് താരങ്ങൾ ലഞ്ചിനായി തിരിച്ചു പോയത്. KL രാഹുലിന്റെ ഈ പ്രവൃത്തി ഒരു തമാശയായി മാറുകയും ചെയ്തു. അതേസമയം ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന രണ്ടാം ടെസ്റ്റ് മത്സരത്തിന്റെ മൂന്നാം ദിനം വെസ്റ്റ് ഇൻഡീസ് ഫോളോ ഓൺ വഴങ്ങേണ്ടി വന്നു. 140-4 എന്ന നിലയിൽ മൂന്നാം ദിനം ബാറ്റിംഗ് ആരംഭിച്ച വിൻഡീസിനെ എറിഞ്ഞു വീഴ്ത്തിയത് കുൽദീപ് യാദവാണ്. തകർച്ചകൾക്കിടയിലും ക്രീസിൽ പിടിച്ചു നിൽക്കുകയായിരുന്ന ഷായ് ഹോപ്പിന്റെ കുറ്റി തെറിപ്പിച്ചാണ് കുൽദീപ് മൂന്നാം ദിവസത്തിലെ വിക്കറ്റ് വേട്ട ആരംഭിച്ചത്. 36 റൺസാണ് ഷായ് ഹോപ്പ് നേടിയത്. ഹോപ്പ് പുറത്തായതോടെ വെസ്റ്റ് ഇൻഡീസ് ബാറ്റിംഗ് നിര ചീട്ടുകൊട്ടാരം പോലെ തകർന്നു. 7 ഓവറുകൾക്കുള്ളിൽ അവർക്ക് 4 വിക്കറ്റുകൾ നഷ്ടമായി. 8 വിക്കറ്റിന് 175 എന്ന നിലയിലേക്ക് വിൻഡീസ് ടീം കൂപ്പുകുത്തി. 21 റൺസ് എടുത്ത ടെവിൻ ഇംലാച്ചും 17 റൺസ് എടുത്ത ജസ്റ്റിൻ ഗ്രീവ്സുമെല്ലാം കുൽദീപിന്റെ ഇരകളായി. 82 റൺസ് വിട്ടു നൽകി 5 വിക്കറ്റുകളാണ് കുൽദീപ് യാദവ് വീഴ്ത്തിയത്. ടെസ്റ്റ് കരിയറിലെ തന്റെ 15ാമത്തെ 5 വിക്കറ്റ് നേട്ടമാണ് കുൽദീപ് സ്വന്തമാക്കിയത്. 23 റൺസ് എടുത്ത കാരി പിയറിയും 24 റൺസ് എടുത്ത ആൻഡേഴ്സൺ ഫിലിപ്പും ചേർന്ന് 9ാം വിക്കറ്റിൽ 46 റൺസിന്റെ കൂട്ടുകെട്ടാണ് പടുത്തുയർത്തിയത്. എന്നാൽ ഫോളോ ഓൺ ഒഴിവാക്കാൻ വാലറ്റത്തിന്റെ ഈ ചെറുത്ത് നിൽപ്പ് മതിയായിരുന്നില്ല. ഒടുവിൽ 248 റൺസിന് വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ടായി. 270 റൺസിന്റെ കൂറ്റൻ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടിയ ഇന്ത്യൻ ടീം വെസ്റ്റ് ഇൻഡീസിനെ ഫോളോ ഓണിന് അയക്കുകയും ചെയ്തു. രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിച്ച വെസ്റ്റ് ഇൻഡീസിന് 35 റൺസ് എടുക്കുന്നതിനിടയിൽ 2 വിക്കറ്റുകൾ നഷ്ടമായി. താങ്കനരയൻ ചന്ദ്രബോളിനെ മുഹമ്മദ് സിറാജും അലിക് അത്തനാസിയെ വാഷിംഗ്ടൺ സുന്ദറുമാണ് പുറത്താക്കിയത്. 3ാം വിക്കറ്റിൽ ജോൺ കാമ്പലും ഷായ് ഹോപ്പും ചേർന്ന് വിൻഡീസിനെ കരകയറ്റാനുള്ള പരിശ്രമത്തിലാണ്. ഇരുവരും ടീമിനായി അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഷായ് ഹോപ്പ് 66 റൺസ് എടുത്തും ജോൺ കാമ്പൽ 87 റൺസ് എടുത്തും പുറത്താകാതെ നിൽക്കുകയാണ്. 3ാം വിക്കറ്റിൽ 138 റൺസ് പാർട്ട്ണർഷിപ്പാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത്. മൂന്നാം ദിനം മത്സരം നിർത്തുമ്പോൾ വെസ്റ്റ് ഇൻഡീസ് 2 വിക്കറ്റ് നഷ്ടത്തിൽ 173 റൺസ് എടുത്തിട്ടുണ്ട്. ഇപ്പോഴും ഇന്ത്യയേക്കാൾ 97 റൺസ് പിന്നിലാണ് വെസ്റ്റ് ഇൻഡീസ്.